അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് പദങ്ങൾ ഉണ്ടാകും. പദങ്ങൾ കൂടിച്ചേർന്ന് വാക്യങ്ങൾ ഉണ്ടായിത്തീരുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മലയാളം അല്ല, അത്രേ പറയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ്, അറബിയൊക്കെ പഠിക്കണമെങ്കിൽ, ഗ്രാമറ്റിക്കലി ആയി പഠിക്കണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാക്കുകളെ കുറിച്ചും അതിലെ പദങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അറബിയിൽ പദങ്ങൾ എന്ന് പറയുന്നത് കലിമത്ത് എന്നാണ് പറയുന്നത്. 3 തരം കലിമത്തുകളാണ് അറബിയിലുള്ളത്. 3 തരം പദങ്ങളാണ് അറബിയിൽ ഉള്ളത്. പദങ്ങൾ എന്ന് പറഞ്ഞാൽ അറബിയിൽ കലിമത്ത് എന്ന് പറയും. അപ്പോൾ കലിമത്തുകൾ 3 വിധമാണ് എന്ന് പറയാം. ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇസ്മ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ നൗൺ എന്ന് പറയുന്ന അതേ സാധനമാണ് അറബിയിൽ ഇസ്മ് എന്ന് പറയുന്നത്. പേരുകളായി എന്തൊക്കെ നമ്മൾ കണക്കാക്കുന്നു, ആളുകളുടെ പേരുകൾ, അതേപോലെ തന്നെ പള്ളി, കസേര, മരം, ആകാശം, പുഴ എന്നൊക്കെ പറയുന്നത് പോലെ എന്തൊക്കെ പേരുകളായി കണക്കാക്കപ്പെടാൻ പറ്റുന്നോ, കലവൻ പേന, താവിരത്തിൻ ടേബിള്, താഊസൻ മയില്, തീക്കുൻ പൂവൻകോഴി, ഇങ്ങനെ പേരുകളായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ അറബിയിൽ ഇസ്മുകൾ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തത് ഫിഅലുകളാണ്. ഇംഗ്ലീഷിൽ അതായത് വെർബുകൾ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ക്രിയകളായിട്ട് എന്തൊക്കെ നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ, അതൊക്കെ അറബിയിലാകുമ്പോൾ ഫിഅലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇരിക്കുക, ചാടുക, തുള്ളുക, ഓടുക, ഉറങ്ങുക, എഴുന്നേൽക്കുക, മരം കയറുക, ഇറങ്ങുക, എന്തൊക്കെ കുടിക്കുക, എന്തൊക്കെ ഇങ്ങനെയുള്ള ക്രിയകൾ ഉണ്ടോ, ജലസ, ദറബ, നസറ, ഫതഹ പോലത്തെ കാര്യങ്ങൾ അറബിയിൽ ഫിഅലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തേത് ഹർഫ് എന്നാണ്. ഹർഫ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പാർട്ടിക്കിൾ എന്നൊക്കെയാണ് പറയാറുള്ളത്. അഥവാ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്വയം അർത്ഥമില്ലാത്തതും മറ്റൊന്നിന്റെ കൂടെ വരുമ്പോൾ അർത്ഥമുള്ളതുമായ കാര്യങ്ങൾ. സ്വയം അർത്ഥമില്ല എന്ന് പറയുമ്പോൾ തീരെ അർത്ഥമില്ല എന്നല്ല, പക്ഷെ ഒരു പ്രയോജനകരമായ അർത്ഥം അതിന് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ആശയം. ഉദാഹരണത്തിന് ഫി എന്നുള്ളതിനുള്ള അർത്ഥം ഒരു ഹർഫാണ്. ഫി എന്ന് പറഞ്ഞാൽ ഒരു ഹർഫാണ്. അതിനെ നമ്മൾ അർത്ഥം നോക്കുകയാണെങ്കിൽ ഇൽ എന്നുള്ള അർത്ഥം മാത്രമാണ് ഉള്ളത്. അപ്പോൾ മുഹമ്മദുൻ ഫിൽ ബൈത്ത് എന്ന് പറഞ്ഞു, മുഹമ്മദുൻ ഫിൽ ബൈത്ത് എന്ന് പറയുമ്പോൾ മുഹമ്മദ് വീട്ടിലാണ് എന്നർത്ഥം വരും. അപ്പൊ ഇൽ എന്നുള്ള അർത്ഥം മറ്റൊരു വാക്കിന്റെ കൂടെ കൂടി വരുമ്പോൾ അത് നല്ലൊരു അർത്ഥം അവിടെ കിട്ടി. മുഹമ്മദുൻ ഫിൽ ബൈത്ത് എന്ന് പറയുമ്പോഴാണ് പരിപൂർണമായിട്ട് വന്നത്. പിന്നെ ഇവിടെ ജാ മുഹമ്മദുൻ ഇലൽ ബൈത്തി, ഇല എന്ന് പറയുന്നത് ഇവിടെ ഈ ജുംലയിൽ ഇല എന്ന് പറയുന്നത്, ഈ ഒരു വാക്യത്തിൽ ഇല എന്ന് പറയുന്നത് ഒരു ഹർഫാണ്. പക്ഷെ അത് ഇല എന്ന് പറയുന്നത് ഒറ്റ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ലേക്ക് എന്നുള്ള അർത്ഥം മാത്രമാണുള്ളത്. ഇവിടെ ഒരു വാക്യത്തിന്റെ അടിയിൽ വന്നത് കൊണ്ട് അതിന് പ്രത്യേകമായ അർത്ഥം കിട്ടി. ജാ വന്നു, മുഹമ്മദ് വന്നു, ഇലൽ ബൈത്തി വീട്ടിലേക്ക് വന്നു. അപ്പൊ ഈ ജുംലയിൽ മൊത്തം നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ന് പഠിച്ച മൊത്തം കാര്യങ്ങൾ, ജാ ഒരു വന്നു, അതൊരു ഫിഅലാണ്. മുഹമ്മദുൻ എന്നുള്ളത് ഒരു ഇസ്മാണ്. ഇല എന്നുള്ളത് ഒരു ഹർഫാണ്. അൽ ബൈത്ത് എന്നുള്ളത് വീണ്ടും ഒരു ഇസ്മാണ്. അപ്പോൾ ഈ ഒരു വാക്യത്തിന് അറബിയിൽ പറയുന്നത് ജുംല എന്നാണ്. ഈ ഒരു ജുംലയിൽ ഒരു ഫിഅലും ഒരു ഹർഫും 2 ഇസ്മുമാണ് ഉള്ളത്. കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. ഉപകാരപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക. ലെറ്റ്സ് സീ നെക്സ്റ്റ് വീഡിയോ. മഅസ്സലാം.